ഒരാളോട് നിർത്താൻ പറ, എന്നാൽ ഞാൻ സംസാരിക്കും. ഞാനില്ല, ഞാൻ നിർത്താം. തന്നോടല്ലോ പറയുന്നത് നാണം കെട്ടവനെ. ഇങ്ങോട്ട് പറഞ്ഞാൽ പറയും അയാൾ നിർത്തിയാൽ മനുഷ്യന്മാരെ ഏറെ കണ്ടിട്ടുണ്ട് 10-14 വർഷത്തിനിടയ്ക്ക്. ഇതുവരെ ഒരു മനുഷ്യനെയും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി ഒട്ടും തിരിച്ചറിയാൻ പോകുന്നുമില്ല. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇനിയൊട്ട് തിരിച്ചറിയാൻ പോകുന്നുമില്ല. വല്ലാതെ തുള്ളണ്ട മാധു, അതിനുള്ളതൊന്നും ഇല്ല. താൻ വല്ലാതെ ആദ്യം പോയിട്ട് ആ ചങ്ങാതിയെ വിളിച്ചോണ്ട് വാ. എന്നിട്ട് ഇന്ത്യയില് BJPക്കെതിരെ പ്രകടനം നടത്താനും പ്രസംഗിക്കാനും പറ. അല്ലാണ്ട് കാതലായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നേതാവ് ഭാര്യയുടെ കൂടെ വിദേശയാത്രയില് അനുയായി ഇവിടെ വന്നിരുന്നിട്ട് നരേന്ദ്രമോദി തെറി പറയാ. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. 75 വർഷക്കാലം തികയുന്ന ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വിഷം തുപ്പിയ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ മറുപടിയായിരിക്കും 2024 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന RSSന്റെ പ്രചാരകൻ ആദരണീയനായ നരേന്ദ്രമോദിയുടെ പേര് എന്ന് പറയുന്നത്. ഇത് വെറും തുടക്കമാണ്. എന്തുകൊണ്ട് മാറ്റി മാറ്റി പറയുന്ന ലക്ഷണമൊത്ത ഒരു കള്ളനായി RSSന്റെ പ്രചാരകനായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാറേണ്ടതായി വന്നു? സാധാരണഗതിയിൽ നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളിൽ നമ്മുടെ നാട്ടിലെ കവലയിൽ കാണും ഏതെങ്കിലും ഒരു അന്തസ്സില്ലാത്ത ഒരു വർഗീയവാദി. എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിന് കീഴിലാണ് ഏറ്റവും അന്തസ്സില്ലാത്ത ഇന്ത്യയിലെ വർഗീയവാദികൾ ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികൾക്ക് ആശ്വസിക്കാൻ വക നൽകുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓരോ പ്രസംഗവും. വിടുവിച്ചാലേ ശരിയാവും. തങ്ങളെക്കാൾ അന്തസ്സില്ലാത്ത, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും അന്തസ് കെട്ട ഒരു വർഗീയവാദി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം ഒരു BJP ഒരു മറുപടി നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രധാനമായ, ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ പോലും അവകാശമില്ലാത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അതൊരു പ്രാദേശിക പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് എന്ന് അവരുടെ നേതാക്കന്മാർ പറയും. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധി ഇന്ത്യയിലെ ജനങ്ങളുടെ ഏതാണ്ട് 50% അല്ലെങ്കിൽ 49% പിന്തുണയോടുകൂടി ലോകത്തിൽ ലോക ജനതയുടെ 60-62% പിന്തുണയുള്ള നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്താണ് അർത്ഥമുള്ളത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. അതുകൊണ്ട് അത് അർത്ഥമില്ലാത്തതും ഉത്തരമില്ലാത്തതുമായിട്ടുള്ള ചില വാക്കുകൾ മാത്രമായിട്ട് ഞാനതിനെ കാണുകയാണ്. പ്രധാനമന്ത്രി മുതൽ ഈ താഴെത്തട്ടിലുള്ള ഞങ്ങളെപ്പോലെയുള്ള BJP പ്രവർത്തകർ വരെ സത്യസന്ധമായ ജീവിതവും സത്യസന്ധമായ അഭിപ്രായവും സത്യസന്ധമായ രാഷ്ട്രീയവുമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ ഭാരതത്തിൻ്റെ ദേശീയതയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിനു വേണ്ടിയും CAA എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനു വേണ്ടിയും അതടക്കമുള്ള മറ്റു പല കാര്യങ്ങൾക്കും ഉറച്ചു നിൽക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടില്ല, ഒരു കാര്യത്തിലും ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. 2014 ഞങ്ങൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2019 ഞങ്ങൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2014 19 ഞങ്ങൾ CAA കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് 370 കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞതെല്ലാം നടപ്പാക്കുന്ന, പറഞ്ഞതു മാത്രം നടപ്പാക്കുന്ന, കൃത്യമായി പറഞ്ഞത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നടപ്പാക്കുന്ന, അഴിമതിയില്ലാതെ ഭരിക്കും എന്ന് പ്രഖ്യാപിച്ച് അഴിമതിയില്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു പ്രധാനമന്ത്രിയുമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? നിർഭാഗ്യവശാൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകൾ ആന നടന്നു പോകുമ്പോൾ കുഴിയാനകൾക്ക് വലിയ വിഷമം ഉണ്ടാവും. പല കുഴിയാനകളും ആനയുടെ കാൽപാദത്തിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞ് ഇല്ലാതാവും. ആന വരുന്ന കണ്ടിട്ട് കുഴിയാന കരഞ്ഞിട്ട് എന്ത് കാര്യം?
പിന്നെ CPM-ന്റെ കാര്യം, ഇവിടെ പ്രസംഗിക്കുന്ന, ഇവിടെ സംസാരിക്കുന്ന CPM-ന്റെ പ്രതിനിധി അദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്ക് മതേതരത്വം മാത്രമാണ്. അദ്ദേഹത്തിന് DYFയുടെ നേതാവാണ്. അദ്ദേഹം പണ്ട് പറഞ്ഞത്, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. ഈ മാനവരക്തത്തിനു വേണ്ടി സംസാരിക്കുന്നവർ സ്വന്തം കുഞ്ഞിനെ പള്ളിയിൽ പോയി മാമോദിസ മുക്കുന്നത് എന്തിനാ? എല്ലാരും വിളിച്ചു. മാമോദിസ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയോ? ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചോളാമെന്ന, ഞാൻ ക്രിസ്ത്യാനിയായി എൻ്റെ കുട്ടിയെ ജീവിപ്പിക്കാം എന്ന് പറയുന്ന കരാറാണ് മാമോദിസ. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് മാമോദിസ മുക്കി എൻ്റെ കുട്ടിയെ ക്രിസ്ത്യാനിയാക്കാൻ തയ്യാറാക്കുക, മറുഭാഗത്ത് പാവപ്പെട്ട ജനങ്ങളെടുത്ത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന് പറയാ. ഇങ്ങനത്തെ ഇരട്ടത്താപ്പും കാപട്യവും BJPക്ക് ഇല്ല. മനുഷ്യന്മാരെ ഏറെ കണ്ടിട്ടുണ്ട് 10-14 വർഷത്തിനിടയ്ക്ക്. ഇതുവരെ ഒരു മനുഷ്യനെയും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനിയൊട്ട് തിരിച്ചറിയാൻ പോകുന്നുമില്ല അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. ഇനിയൊട്ട് തിരിച്ചറിയാൻ പോകുന്നുമില്ല. അല്ലാതെ തുള്ളണ്ണ മാധു അതിനുള്ളതൊന്നും ഇല്ല താൻ. ആ ത്രാസ് അങ്ങേക്ക് പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ ആ ത്രാസിനെ കുറിച്ച് എനിക്ക് ഒരു ബഹുമാനവുമില്ല. ആ ത്രാസിനെ കുറിച്ച് എനിക്ക് ഒരു ബഹുമാനവുമില്ല. ഞാൻ എത്രയുണ്ടെന്ന് അളക്കാൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങ് എത്രയുണ്ടെന്ന് ഞാൻ അളക്കാത്ത കാലത്തോളം അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ അങ്ങേക്ക് അത്ര ആധിപത്യ മനോഭാവമുള്ള മനുഷ്യരെ അളന്നാൽ മതി കേട്ടോ. അങ്ങേക്ക് അത്ര ആധിപത്യമുള്ള മനുഷ്യന്മാരെ അളന്നാൽ മതി. ആ മനുഷ്യരെ കുറിച്ച് പിന്നെ നാണക്കെടുത്തി. ബ്രിട്ടീഷുകാരുടെ പാദസേവ നടത്താൻ ഞങ്ങൾക്ക് അവകാശം നൽകണം എന്ന താമരപത്രം ചോദിച്ച് പുറകെ നടക്കുന്നവരായിരുന്നു നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളെയും ബ്രിട്ടീഷുകാരെയും ഒരേപോലെ തോൽപ്പിച്ച് ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടൊപ്പം വളർന്നു വന്ന പൈതൃകം, അതിന്റെ പിന്മുറക്കാരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ആദരണീയനായ ഗോപാലകൃഷ്ണ, അങ്ങേക്ക് എന്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അറിയണമല്ലേ? നല്ല കാര്യം. കാരണം എന്താണ്? അങ്ങ് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എന്റെ കുടുംബത്തെ സംബന്ധിച്ചും എന്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ സംബന്ധിച്ചും അങ്ങ് ആക്ഷേപം ഉന്നയിക്കും. അങ്ങേക്ക് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താണ്? അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആ ആക്ഷേപം ഉന്നയിക്കാനുള്ള അങ്ങയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇന്ത്യയിലെ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികളായ തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നതല്ല എന്റെ കുഞ്ഞ്. ഏത് മനുഷ്യനെയും ഒരേപോലെ കാണണമെന്നും എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കണമെന്നും ഇപ്പോഴും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ കുഞ്ഞാണ് എന്റെ കുഞ്ഞ്. പള്ളി തകർക്കാൻ, അമ്പലം തകർക്കാൻ, അതേപോലെ മനുഷ്യന്മാരെ കൊന്ന് അവരുടെ രക്തം കുടിക്കാൻ നടക്കുന്ന അങ്ങയടക്കമുള്ള ഇന്ത്യയിലെ അന്തസ്സുകെട്ട വർഗീയവാദികളിൽ ആ ചോരയിൽ പിറന്നവരുണ്ടാകില്ല. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അങ്ങേക്ക് അസാധാരണമായ ചില സൂക്കേടുണ്ടാകും. ആ സൂക്കേട് മാറ്റാൻ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് വെച്ച് ചികിത്സ നടത്താൻ BJPയുടെ സംസ്ഥാന നേതൃത്വത്തോട് അങ്ങ് അഭ്യർത്ഥിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ വന്നിരുന്ന് മാന്യതയുള്ള സംസാരം പറയുമ്പോൾ അന്തസ്സുകെട്ട BJPയുടെ നിലവാരമില്ലായ്മ തുറന്നു വെക്കുകയല്ല ചെയ്യേണ്ടത്. CPM-ന്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ പൊന്നു ചങ്ങാതി, ഈ മാനവ സ്നേഹവും മാനവനായി ജീവിക്കണമെന്നും മാനവനായി കഴിയണമെന്നും ഞങ്ങളിൽ ക്രൈസ്തവ രക്തം ഇല്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് ഞാനല്ല, നിങ്ങളാണ്. അങ്ങനെ പ്രഖ്യാപിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഈ അവരുടെ ധർമ്മത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും ഒക്കെ മാറ്റിയിട്ട് അവരെ ഞങ്ങൾ മാനവവാദികളാന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത് നിങ്ങളാണ്. ആ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി ക്രിസ്ത്യാനിയാക്കാമെന്ന് കരാർ എഴുതി കൊടുത്തപ്പോൾ ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല. ഞാൻ ഈ ചർച്ചയിൽ സംസാരിക്കില്ല. ഓക്കെ, ശ്രീ ജെക്സി തോമസ് ഇടപെടരുത്. അങ്ങ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെടരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുണ്ട്. മധു, ഞാനൊരു കാര്യം, ഞാൻ ഈ ചർച്ചയിൽ വളരെ നികൃഷ്ടമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചിട്ടും ഞാൻ മിണ്ടിയിട്ടില്ല. അതാണ് സാമാന്യ മര്യാദ. ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടപെടില്ല. അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കാനുമില്ല. പക്ഷേ ഇനി അയാൾ സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും.
എനിക്കത്രേ ഉള്ളൂ. നിങ്ങൾ നിർത്തേണ്ടി വരും, അല്ല അയാളുടെ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും. എനിക്ക് പറയാനുള്ള ഒരു വരിയുണ്ട്, ആ ഒരു വരി ഞാൻ പറഞ്ഞിട്ടേ നിർത്തൂ. കാരണം എൻ്റെ അച്ഛനെയും അമ്മയും തറവാടിൽ ജനിച്ചവരായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, നീ ഹിന്ദു മതത്തിലും ഹിന്ദു വിശ്വാസത്തിലും ജീവിക്കണമെന്ന്. ചില തറവാട്ടിൽ ജീവിക്കുകയും കാപട്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാർ മാനവരാണ്, മാർക്സിസ്റ്റുകാരാണ്, CPM-കാരാണ്, ലെനിനിസമാണ്, നമ്മളിൽ ഒഴുകുന്ന ചോര മാനവൻ്റെയാണെന്ന് പറഞ്ഞ് ആ പള്ളിയിലും മറ്റിടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛൻ്റെ എനിക്കെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനോട് ഞാനങ്ങ് പറയാം. കിട്ടിയല്ലോ ഇവിടെ ഇത് മുഴുവൻ രാഷ്ട്രീയതയാണ്. ഈ തറവാട് എന്താണ്? അവിടെ ജനിക്കുന്ന മാത്രമേ മനുഷ്യരുള്ളൂ. ഇവിടുന്ന് പോകാൻ അങ്ങ് കരുതണ്ട. അതുകൊണ്ട് ആ വർത്തമാനം അവിടെ നിർത്തിക്കോ. ഇതാണ് അങ്ങയുടെ മര്യാദ. ഞാൻ അങ്ങനെ തന്നെ പറയും, അങ്ങനെ തന്നെ പറയും. ഇങ്ങോട്ട് പറഞ്ഞാൽ എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇങ്ങോട്ട് പറഞ്ഞാൽ പറയും. അയാൾ നിർത്തിയാൽ ഇതിലും ഹീനമായ രാഷ്ട്രീയമായ അധിക്ഷേപങ്ങൾ ഗർഭാവസ്ഥയിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ പറയും. അയാൾ നിർത്തിയാൽ ഇതിലും ഹീനമായ രാഷ്ട്രീയമായ അധിക്ഷേപങ്ങൾ ഗർഭാവസ്ഥയിൽ ചെയ്യരുത് കേട്ടോ. ഗർഭാവസ്ഥയിൽ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു കുഞ്ഞാണ് ജെക്സി തോമസ്. അതിനോട് മാനുഷികമായ പരിഗണന കാണിക്കണം. അതാണ് ആ കുഞ്ഞിനെ ഈ ചർച്ചയിൽ പ്രവേശിച്ചത്. ഇത് ചെയ്യരുത്, മോശമാണ്. അയാളോട് നിർത്താൻ പറ, എന്നാ ഞാൻ സംസാരിക്കും. ഞാനില്ല, ചർച്ചയ്ക്ക് ഞാനില്ല. ഞാൻ നിർത്താം. തന്നോടല്ലടോ പറയുന്നത്, നാണം കെട്ടവനെ. രണ്ടുപേരോടും വ്യക്തിപരമായ എന്നോട് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ ഇനിയും പറയും. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും. ഞാൻ പറയുന്ന പ്രേക്ഷകരോടാണ്, രണ്ടുപേരും ഒരേ അരാഷ്ട്രീയമായതോ അസഭ്യമായതോ അശ്ലീലമായതോ ആയ പരാമർശം ഉണ്ടായാൽ എനിക്കത് ഉത്തരവാദിത്തമില്ല. രണ്ടും ഒരേ സമയം കേൾക്കാനും കൃത്യമായി തിരുത്താനും എനിക്ക് കഴിയില്ല എന്ന് വരും. അങ്ങനെ പറഞ്ഞു നോക്ക് കേട്ടോ. രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുന്നതിനിടയിൽ അരാഷ്ട്രീയമായ പരാമർശം ഉണ്ടായാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു എന്നെ തൊഴിൽ പോയില്ലേ. മാസം പ്രായമുള്ള കുഞ്ഞിനെ ഒരു ചർച്ചയിലേക്ക് വലിച്ചിട്ട് അദ്ദേഹം അത് മിണ്ടാതെ കേൾക്കണം എന്ന് പറയുന്നത് മര്യാദയാണോ? അയാൾ, ഞാൻ കുഞ്ഞിനെ അല്ല വലിച്ചിട്ടെ, സമീപനത്തെയാ, കാപട്യത്തെയാ. എങ്ങനെ കുഞ്ഞിനെ വലിച്ചിടുന്നത്? അയാൾ ചെയ്ത കാപട്യം തുറന്നു പറയണ്ടേ? അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്ത ബോധത്തോടെ പ്രതിനിധികളെ അയക്കുന്ന രാഷ്ട്രീയം പറയാനാണ്, കുടുംബത്തിരിക്കുന്നവരെ പറയാനല്ല. ഇവിടെ രാഷ്ട്രീയം പറഞ്ഞതാണോ? നരേന്ദ്രമോദി നുണയനാന്ന് പറഞ്ഞത് രാഷ്ട്രീയം പറഞ്ഞതാ? രാഷ്ട്രീയ ഒരുതരം നികൃഷ്ടമായ ഭാഷയിലല്ലേ അയാൾ സംസാരിച്ചത്? അങ്ങനെ പരാമർശമുണ്ടായാൽ തീർച്ചയായും അങ്ങേക്ക് അതിന് മറുപടി പറയാം. അതിന് മറുപടി പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ അയാളുടെ രാഷ്ട്രീയ കാപട്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദിയെ കുറിച്ച് അയാൾക്ക് പറയാമെങ്കിൽ അയാളുടെ രാഷ്ട്രീയ കാപട്യം ഞാൻ പറഞ്ഞില്ലേ? കായികമായി കൈകാര്യം ചെയ്ത് കളയും എന്ന് പറഞ്ഞോ? വേണ്ടയോ? അങ്ങ് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ല. വീട്ടിലും വന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾക്ക് തിരക്കാണ്, ഇടവേളയിൽ പൊക്കോ. എനിക്ക് ഈ CPM-ന്റെ നേതാവിനോട് ഒന്നും കൂടി പറയാനുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ ഏക നേതാവാണ്, ഏക മുഖ്യമന്ത്രിയാണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക, ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടക്കുക. ഞങ്ങൾ വലിയ വർഗീയവാദികളാണ്, ഞങ്ങൾ വലിയ മതേതര വിരുദ്ധരാണ്, ഞങ്ങൾ ഈ രാജ്യത്തെ തകർക്കാൻ പോകുന്നവരാണ്, ഇവിടെ തൊഴിലില്ലായ്മയിൽ, ഇവിടെ വിഭവങ്ങളില്ലാണ്ടാക്കി നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി. പിന്നെ എന്തിനാണ് ഈ 3ാം 4ാം ഫേസ് ബംഗാളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ചങ്ങാതി വിദേശയാത്രയ്ക്ക് പോയത്? ആദ്യം പോയിട്ട് ആ ചങ്ങാതിയെ വിളിച്ചോണ്ട് വാ, എന്നിട്ട് ഇന്ത്യയിൽ BJP-ക്കെതിരെ പ്രകടനം നടത്താനും പ്രസംഗിക്കാനും പറ.
അല്ലാണ്ട് കാതലായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നേതാവ് ഭാര്യയുടെ കൂടെ വിദേശയാത്രയിൽ അനുയായി ഇവിടെ വന്നിരുന്നിട്ട് നരേന്ദ്രമോദി തെറി പറയാ. ബംഗാളിൽ പോലും കാല് കുത്തിക്കാൻ അനുവദിക്കില്ല ഈ നേതാവിനെയും ഇവിടുത്തെ ആളുകളെയും. എന്നിട്ടാണ് ഇവർ ഈ വളവള വർത്താനം പറയുന്നത്. ആദ്യം പോയിട്ട് പിണറായി വിജയനെ വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് BJPക്കെതിരെ ഒരു 4 പൊതുയോഗം ഇന്ത്യയിൽ എവിടെങ്കിലും പോയി സംസാരിക്കാൻ പറ. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കാല് കുത്തിക്കില്ല, അത് വേറെ വിഷയം. അത് കൂടുതലൊന്നും എനിക്ക് അവരോട് പറയാനില്ല. പിന്നെ ഇന്ത്യയിൽ വേറെ എവിടെയും കാല് കുത്താൻ അവർക്ക് ഇല്ലല്ലോ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.